ക്ലാസ് 6-ലെ ചാപ്റ്റർ 7-ആയ മണി മാത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പം മണി മാത്ത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കാണ്. അതായത് ഡിസ്കൗണ്ട്, പെർസെൻറ്റേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ പൊതുവേ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ നിങ്ങൾ കടയിൽ പോയിട്ടുണ്ടാവുമല്ലോ. ഇതുണ്ടോ ഒരു കടയിലുള്ളൊരു പരസ്യമാണിത്. ഹാൻഡ് വീവിൻ്റെ ഒരു പരസ്യം. 30% ഓഫ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡിസ്കൗണ്ട് ഫോർ ഓൾ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ്. അതായത് എന്താണ്, ഹാൻഡ്ലൂം വസ്ത്രങ്ങൾക്കെല്ലാം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് 30% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എന്താണ് 30% ഡിസ്കൗണ്ട്സ് മീൻസ്? ഇവിടെ കൊടുത്ത് 30% ഡിസ്കൗണ്ട് മീൻസ് വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരേ ഉള്ളൂ, നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ 30% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 100-ൽ നിന്നും 30 മൈനസ് ചെയ്തിട്ട് 70 രൂപ മാത്രം പേ ചെയ്താൽ മതിയാവും. മനസ്സിലായോ? അപ്പോൾ ഞാൻ 200 രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങുന്നതെങ്കിൽ 100 രൂപയ്ക്കാണ് 30 ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 200-നകത്ത് എത്ര 100 ഉണ്ട്? 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 തവണ നമ്മൾ 30 ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ എത്ര ചെയ്താൽ 60 മൈനസ് ചെയ്ത് 200-ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ 140 ആയിരിക്കും അവിടുത്തെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 500 ഡിഡക്ഷൻ റുപ്പീസ്. നമ്മൾ 30% ഡിസ്കൗണ്ട് ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് അത് എത്ര 100 ഉണ്ട്? 5 100 അപ്പോൾ ഒരു 100 രൂപയ്ക്ക് 30 വെച്ച് 5 പ്രാവശ്യം നമ്മൾ 30 കുറയ്ക്കണം. സോ 5 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 150. 500-ൽ നിന്ന് മൈനസ് ചെയ്ത് 350. ഇനി 1000-നകത്ത് നമുക്ക് എത്ര 30 ഉണ്ട്? എത്ര 100 ഉണ്ട്? 10. അപ്പം 10 × 30 അതായത് 300 എന്ത് ചെയ്യണം? 1000-ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. 1000 മൈനസ് 300 ദാറ്റ് ഈസ് ഈക്വൽ ടു 700. അടുത്തത് 1200-ൽ നിന്നും എത്ര എമൗണ്ട് ടു ബി പെയ്ഡ്? ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് എത്ര രൂപ പേ ചെയ്യണം? അപ്പോൾ ഡിഡക്ഷൻ റുപ്പി എത്രയാണ് നമുക്കറിയാം. 1200-നകത്ത് 12 നൂറുകളുണ്ട് അല്ലേ? സോ 12 × 30 12 × 3 36 ഒരു 360. സോ 12,200-ൽ നിന്നും നമ്മൾ 360 മൈനസ് 360 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 900. ഓക്കെ, ഇനി എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പോവാണ്. നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്രയോ എമൗണ്ട് ഉണ്ട്, നമുക്കത് വീട്ടിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉടനെ നമ്മൾ എന്ത് ചെയ്തു? അതൊരു ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിച്ചു, ഡെപ്പോസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ന് വെച്ചാൽ നമ്മളുടെ കോൺസെപ്റ്റിൽ നമ്മളത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി ചേർത്ത് നമുക്ക് തിരിച്ചു തരും. നമ്മളിപ്പോൾ ഒരു 4000 റുപ്പീസാണ് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു വർഷത്തിന് ശേഷം നമ്മളത് ആ ബാങ്കിൽ അത് കീപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് അധിക രൂപ ബാങ്കുകാർ നമുക്ക് ഒരു 4500 രൂപയോ മറ്റോ തന്നു. സോ അതിൽ എക്സ്ട്രാ വന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടിയ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, 9 കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനൊരു 0 കൊടുത്തിട്ടുണ്ടല്ലേ, 2 0 ഒരു വരയുടെ ഇടയിൽ. അത് ശരിക്കും 100 എന്നുള്ള അർത്ഥമാണ്. 100-ൽ എത്ര എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 9/100 എന്നുള്ളതിൻ്റെ ഈ /100-നെയാണ് ഇങ്ങനെ ചേർത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഇതിനെ നമ്മൾ ഈ ഒരു സിമ്പലിനെ നമ്മൾ വിളിക്കുന്ന പേര് പെർസെൻറ്റ്. അപ്പോൾ ഇതിനെ ഷോർട്ടായിട്ട് നമ്മൾ എന്തോ 9% കേട്ടോ, 9% എന്ന് പറയും. ഓക്കെ, അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് 9% ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 9% ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരാളൊരു 100 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു എങ്കിൽ അയാൾക്ക് ആ ഒരു വർഷാവസാനം 109 രൂപ കിട്ടുമെന്നർത്ഥം. ഒരാൾ 200 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ എത്ര 9 രൂപ കിട്ടും? ഇവിടെ 100-ൻ്റെ ഒരു 9 എഗെയിൻ അടുത്തൊരു 9 18 രൂപ കിട്ടും. അതായത് അയാൾക്ക് 218 രൂപ കിട്ടുമെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1500 രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ 1500-നകത്ത് അതായത് 9% ഇൻട്രസ്റ്റ് ഫോർ ഡെപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത്. 9% പറയുന്നത് എന്തിനാ? 100 രൂപയ്ക്കാണ്. അപ്പോൾ 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും?
എത്ര 100 രൂപ 1500-നകത്തുണ്ടെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആൻസർ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ദ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഈസ് 9 rupees ഫോർ ഈച്ച് 100. ഓരോ 100 രൂപയ്ക്കും 9 രൂപയാണ് എങ്കിൽ 1500-നകത്ത് എത്ര 100 രൂപയുണ്ട്? 15 അല്ലേ? 15 times 100 ഉണ്ട്. സോ 15 × 9 ചെയ്താൽ 135 രൂപ അയാൾക്ക് എക്സ്ട്രാ കിട്ടും. അതായത് 1500-ൻ്റെ കൂടെ 135 കൂടെ കൂട്ടിയാൽ മതി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1500-ൻ്റെ കൂടെ 135 കൂടെ കൂട്ടി 1635 രൂപ അയാൾക്ക് തിരിച്ചു കിട്ടും. സോ അത്രയും ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് പേജ് നമ്പർ 116-ലെ 6 ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു കടയുടെ പരസ്യമാണ് കാണിച്ചിരിക്കുന്നത്. സീ ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്, 25% ഡിസ്കൗണ്ട് ഓൺ ഓൾ പർച്ചേസസ്. ഏത് പർച്ചേസ് നടത്തിയാലും അതിന് 25% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് 3500 rupees ഫ്രം ദിസ് ഷോപ്പ്, ഹൗ മച്ച് ഷുഡ് ഷീ പേ? അതായത് 25% ഡിസ്കൗണ്ട് ഉണ്ട് ഏത് ഡ്രസ്സുകൾ വാങ്ങിയാലും. അവൾ എത്ര രൂപയ്ക്ക് വാങ്ങി? 3500 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിയെങ്കിൽ അവൾക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൊടുത്താൽ നമ്മൾ വാങ്ങുന്ന വിലയേക്കാളും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് എത്രയാണ്? 3000. അവൾ 3500 രൂപയ്ക്കാണ് ഡ്രസ്സ് വാങ്ങിയത്. ഓക്കെ, അതിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25% ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ 25% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഓരോ 100 രൂപയ്ക്കും. അപ്പോൾ ഇതിനകത്ത് എത്ര 100 രൂപ ഉണ്ടെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് എത്രയാണ്? ഇൻ 3500 ഈസ് 35 times 100. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 25 × 35. 25 × 35 എത്ര വരും എന്നറിയാമോ? 875 കേട്ടോ. 875. ഇനി ഇതെന്താ? ഇത്രയും എമൗണ്ട് അവൾ കുറച്ച് കൊടുത്താൽ മതി. അവൾ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? സോ ഒറിജിനൽ പ്രൈസ് is equal to 3500 minus 875. അത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 2625 രൂപ എന്ന് കിട്ടും. ഇത്രയും രൂപ അവൾ കടയിൽ പേ ചെയ്താൽ മതിയോ? ഓക്കെ, ഷീ പേസ് 3500 minus 875, that is equal to 2625 rupees. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഏഞ്ചലോ ടോമി ബോറോഡ് 45,000 rupees from a bank. The interest is 12%. How much should he pay back after 1 year? ഈ ഏഞ്ചലോ 45,000 രൂപ ബാങ്കിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വന്നത്? 12%. അപ്പോൾ തിരിച്ച് നമ്മൾ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നല്ല കേട്ടോ. നമ്മൾ ബാങ്കിൽ നിന്ന് പോയൊരു ആവശ്യത്തിന് നമ്മൾ കട എടുത്താലും നമ്മൾ തിരിച്ചടയ്ക്കുമ്പം ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൂട്ടിയടയ്ക്കണം. സോ എത്രയാണ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 12% ആണ്. ദെൻ ഹൗ മച്ച് ഷുഡ് ഹീ പേ ആഫ്റ്റർ 1 year? 1 വർഷം കഴിയുമ്പോൾ അവൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? അപ്പോൾ 45,000-നകത്ത് എത്ര 100 ഉണ്ടെന്നല്ലേ ആദ്യം നോക്കണ്ടേ? 45,000-നകത്ത് 1 2 100-ൻ്റെ 2 0 കഴിഞ്ഞാൽ ബാക്കി 450 100 ഉണ്ട്. 450 × 12 ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ്. മനസ്സിലായോ? അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വേണം കൂട്ടിക്കൊടുക്കാൻ. അവൻ ബാങ്കിൽ നിന്നും എടുത്ത രൂപ എത്രയാണ്? 45,000, 45,000. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 12%. ഹീ ഷുഡ് പേ ആഫ്റ്റർ 1 year. 1 വർഷത്തിന് ശേഷം അവൻ അടയ്ക്കേണ്ട തുക നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിനു മുമ്പ് 45 × 45,000 45 hundreds, 45 into 45 450 into 100, 45,000 is
45 ടൈംസ് 100. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? 45 ഇൻറ്റു ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു ടോട്ടൽ ഇൻട്രസ്റ്റ് ആട്ടോ. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 45 ഇൻറ്റു 12. 45 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 5 2 are 10, 4 2 are 8 plus 1 9, 5 4 0 4 റിമൈൻഡർ 1 വരും. 5 540 വരും. 450 ഒരു 0 കൂടി ഉണ്ടല്ലോ. സോ 5400 രൂപയാണ് ആകെ ടോട്ടൽ ഇൻട്രസ്റ്റ്. സോ എന്തെഴുതാം നമുക്ക്? അത് ഡെപ്പോസിറ്റഡ് എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ. ആഫ്റ്റർ 1 ഇയർ ഈക്വൽ ടു ഈ 45,000 കൂടെ ഏത് കൂടെ കൂട്ടണം? 5400 കൂടെ കൂട്ടണം. സോ 0 0 4 0 5 50,400 രൂപ തിരികെ അടയ്ക്കണം ബാങ്കിൽ. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. മേഹൽ കോൺട്രിബ്യൂട്ട്സ് 8% ഓഫ് ഹിസ് ഏർണിങ്സ് ഈച്ച് മന്ത് ടു മെഡിക്കൽ എയ്ഡ് ഫോർ ദ പുവർ. ഹിസ് ഇൻകം ദിസ് മന്ത് ഈസ് 75,000 rupees. ഹൗ മച്ച് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദിസ് മന്ത്? മേഹൽ എപ്പോഴും ചെയ്യുന്നത് അവൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെങ്കിലും അതിൻ്റെ 8% സമ്പാദ്യം എന്തിനു വേണ്ടി മാറ്റിവെക്കും? പാവങ്ങളായുള്ള ആൾക്കാരുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൾ ഉപയോഗിക്കുമായിരുന്നു എങ്കിൽ ഹൗ മച്ച് ഇൻ ഹിസ് കോൺട്രിബ്യൂഷൻ ദിസ് മന്ത്? ഈ മാസം അവൾക്ക് കിട്ടിയ സാലറി 75,000 രൂപയാണ് എങ്കിൽ ഈ മാസം എത്ര രൂപ അവൾ ആ പൂറായിട്ടുള്ള ആൾക്കാരുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് ചോദ്യം. മേഹലിൻ്റെ ഈ മാസത്തെ സാലറി എന്ന് പറയുന്നത് 75,000 രൂപയാണ്. അപ്പോൾ അവളുടെ കോൺട്രിബ്യൂഷൻ എപ്പോഴും സാലറിയുടെ 8%. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ ടു ദ മെഡിക്കൽ എയ്ഡ് ഫോർ ദ പുവർ ഇൻ ദിസ് മന്ത് ഈസ് ഈക്വൽ ടു 8% കണ്ടുപിടിക്കുന്നത്. ഏതിൻ്റെ 8% ഓഫ് 75,000? മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ 75,000 ഈസ് 75 ടൈംസ് 100 അല്ലേ? 75 ടൈംസ് 100. Therefore 100 into 75. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500 രൂപയാണ് അവൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നത്? ഈ മെഡിക്കൽ പൂറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്യുന്നത് 7,500 രൂപയാണ്. 75 ടൈംസ് 100 അതിനകത്തുണ്ട്. അപ്പോൾ ഓരോ 100ന് 8 വെച്ചില്ല. അപ്പോൾ 75 ഇൻറ്റു 8. ടീച്ചർ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടോ. സോ 75 ഇൻറ്റു 8. 56 60 600 രൂപ തെറ്റിയല്ലേ? വീണ്ടും ടീച്ചർക്ക് തെറ്റിയല്ലേ? 75 ടൈംസ് 100 അല്ലല്ലോ, 750 അല്ലേ? ഓടാ പിള്ളേരെ, 750 കേട്ടോ. സോ 750 ഇൻറ്റു 8 എന്ത് വരും? 6,000 രൂപയാണ് അവിടെ എന്തിനു വേണ്ടി ചിലവാക്കുന്നത്? ഈ ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കുന്നത് കേട്ടോ. 6,000 ആണ് ഇവിടെ 750 എന്ന് എഴുതിയേക്കുന്നത്. ടീച്ചർ ഓർക്കാതെ 75 എന്ന് എഴുതിപ്പോയി കേട്ടോ. സോ 750 ടൈംസ് 100 നമ്മൾ എങ്ങനെയാണ് അറിയുന്നതെന്നറിയോ? 100ന് 2 0 അല്ലേ? ബാക്കി മിച്ചം വരുന്ന അത്രയുമാണ് നൂറുകളുടെ എണ്ണം. 750 ഇൻറ്റു 100 75,000 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നാലാമത്തെ ചോദ്യം. യൂജിൻ സേവ് 15% ഓഫ് ഹിസ് ഇൻകം ഈച്ച് മന്ത്. ഹിസ് ഇൻകം ഇൻ ജനുവരി വാസ് 64,000 rupees. ഹൗ മച്ച് ഡിഡ് ഹീ സേവ് ദാറ്റ് മന്ത്? അവൻ്റെ സാലറിയുടെ 64,000 രൂപയുടെ 15% സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാസം എത്ര രൂപ സേവ് ചെയ്തു? യൂജിൻ്റെ സാലറി എന്ന് പറയുന്നത് 64,000 രൂപയാണ്. ഹിസ് സേവിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 15% ഓഫ് ഹിസ് സാലറി, അതായത് 64,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ 64,000 ഈസ് എന്തെഴുതാം? 640 hundreds അല്ലേ? 640 ടൈംസ് 100.
സോ നമുക്ക് എന്ത് കാണാം, 640 ഇൻറ്റു 15 ചെയ്യണം. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ കഴിയുമ്പോൾ 9,600 എന്ന് കിട്ടും. അപ്പോൾ ഈ മാസം അവൻ സേവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, സേവിങ്സ് ഓഫ് ദിസ് മന്ത്. ഈ മാസത്തെ സേവിങ്സ് എന്ന് പറയുന്നത് 9,600 രൂപ. 64,000 രൂപ സാലറി കിട്ടുന്നതിൽ 9,600 രൂപ അവൻ എന്ത് ചെയ്യും, അവൻ സേവ് ചെയ്യും. ഇവിടെ 5ാമത്തെ ചോദ്യം, എ ടി വി മാനുഫാക്ചറർ decides to reduce the price by 5% from the next month. What will be the price next month of a TV which costs us 45,000 rupees now? അതായത് ഒരു കടക്കാരൻ തീരുമാനിച്ചു അടുത്ത മാസം അയാളുടെ ടി വിയുടെയൊക്കെ വില 5% കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ഇപ്പോൾ ആ ടി വിയുടെ വില 45,000 രൂപയാണെങ്കിൽ 5% കുറച്ചാണ് അടുത്ത മാസം കൊടുക്കുന്നതെങ്കിൽ ആ തുക എത്രയാണെന്നാണ് ചോദ്യം. The cost of TV now 45,000.